എക്സ്പ്രസ് ഹൈവേ കഴിയാൻ പോകുന്നു. ഇങ്ങനെ റൈറ്റിലോട്ടൊരു വളവാ. വളഞ്ഞ് ഫുൾ റൈറ്റിൽ കയറണം അടുത്ത് ഇറങ്ങി പോകുമ്പോഴേ. കാരണം പൂനെ സിറ്റി പാസ്സാകുമ്പോൾ എല്ലാ കട്ടിങ്ങും അടുത്തോട്ടേക്കാ. ഇവിടെ യൂ ടേൺ ഇല്ല. അപ്പോൾ പൂനെ സിറ്റിയിൽ റൈറ്റ് സൈഡിലാണ് ഹെവി വണ്ടി. സെൻട്രലിൽ ലെഫ്റ്റ് സൈഡിലെല്ലാം പിടിച്ച കാറുകാർ വന്ന് ഇങ്ങനെ ഓണടിക്കും. ഇവിടുന്ന് ഈ റൈറ്റ് സൈഡ് ട്രാക്ക് കിട്ടാനാണ് പണി. താഴെ നിന്ന് വരുന്ന റോഡിൽ ജോയിൻ്റ് ആകുന്നതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ എക്സ്പ്രസ് ഹൈവേ കഴിഞ്ഞ് പൂനെ സിറ്റി റോഡിലേക്ക് കയറി. സിറ്റി എന്ന് വെച്ചാൽ പ്രോപ്പർ സിറ്റി അല്ല, പ്രോപ്പർ സിറ്റി ലെഫ്റ്റിലോട്ട് പോകണം. എന്നാലും ഭയങ്കര തിരക്കുള്ള റോഡായത്. കാറ് ബൈക്ക് കാറ്. ഇപ്പോൾ കുറേ റോഡ് ഫുള്ള് താർ ചെയ്ത്, അല്ലെങ്കിൽ പാച്ച് വർക്ക് ചെയ്ത് ഭയങ്കര ചാട്ടായിരിക്കും. അതാ ട്രെയിലർ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ തലയിങ്ങനെ വെട്ടിക്കളിക്കും. ഭാരത വൻസാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് ഇവിടുന്ന് ഇടത്തോട്ടേക്ക് പോയാലെന്ന് പൂനെ സിറ്റിയിലേക്ക്, ശിവാജി നഗർ. ആകെ 2 വണ്ടി പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് 3-4 ട്രാക്ക് ഇട്ട് കാറുകാർ അവരാധിച്ച കളി കളിക്കുക. പോവുകയില്ല. ഇത് കഴിഞ്ഞ് ഒരു കാത്രാജ് കട്ടിങ് ഉണ്ട്. അതും നല്ല ട്രാഫിക് ആയിരിക്കും. ഇതാണ് പുതിയ മെട്രോ. ഇത് ആയി ഒരു 10-80% പണി കഴിഞ്ഞ്. അതിന് ഫിനിഷിങ്ങിലേക്കാണ്. പെയിൻ്റ് അടി, ഇൻറ്റീരിയൽ പിടിപ്പിക്കൽ, അങ്ങനത്തെ കുറേ വർക്കുകൾ. ഈ ഒരു ബ്ലോക്കൊക്കെ എന്തായാലും ഉണ്ടാവും പൂനെ. രാവിലെ വരണം ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്ക്. ബൈക്ക് എന്നെല്ലാം പറഞ്ഞാൽ 1.5 കോടി ബൈക്ക് മാത്രം ഉണ്ടാവും. അധികം ഇടത്തോട്ടും മറ്റേലോട്ടും അലിച്ചോട്ടും എല്ലാം പോകും. അതായത് ഒരു ഡാമിന്ന് വെള്ളം പോകുന്ന പോലെ ഏതാ ഗ്യാപ്പ് കിട്ടുക അതിലോട്ട് അങ്ങനെ ഒഴുകി അങ്ങനെ അങ്ങ് പോകും. ഈ അടുത്ത് ഈ ട്രാഫിക് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെട്രോ വരുന്നത്. നല്ല ഓഫീസ് ഡ്യൂട്ടിക്കാരല്ലേ മൊത്തം, IT കമ്പനി. ഇപ്പോൾ കുറേ തിരക്ക് ഒഴിവാവും. പൂനെ പാസ്സായോണ്ടിരിക്കുന്നു. ഒരു പകുതി പാസ്സായി. നല്ല ട്രാഫിക് ഉണ്ടാവും. ഇവിടെയൊക്കെ ഫ്രീ ആണ്. കാത്രാജ് എന്ന് പറഞ്ഞൊരു കട്ടിങ് ഉണ്ട്. അവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടും ബസ് നിർത്തിയിട്ടും ആളെ ഇറക്കാനും കയറ്റാനും അവിടെയാണ് ട്രാഫിക് വരുന്നത്. എല്ലാം അതിഗംഭീരമായ ബിൽഡിങ്ങുകളാണ്. ഇതെല്ലാം IT കമ്പനികളാണ്. ഈ ഗ്ലാസ് ഇട്ട് മൊത്തം IT കമ്പനി. ഈ റൈറ്റ് സൈഡിലൊരു ബിൽഡിങ് വരുന്നുണ്ട്. അവിടെ നോക്കിയാലും ബിൽഡിങ് മാത്രമേ ഉള്ളൂ. 10-15 നിലയിൽ
ഉണ്ടായി കഴിഞ്ഞിട്ട് ഓടി. ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് അടുത്തതാണ് കാത്രാജ് കട്ടിങ് വരിക. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് കാത്രാജ്. പൂനെയുടെ നെടുന്തൂണ്. കുറേ വണ്ടി ലെഫ്റ്റിലോട്ട് വന്ന് ഇതേപോലെ ബസ് നിർത്തും. ഇവിടെ ഫ്ലൈ ഓവർ സ്റ്റാർട്ടായി ഞാൻ അവിടെ തന്നെ ബസ് നിർത്തും. അതാണ് ഇങ്ങനെ ട്രാഫിക് ആകുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ ട്രാഫിക്. അങ്ങനെ കാത്രാജ് എത്തി. കാത്രാജ് എന്താന്നറിയില്ല, ഇന്ന് ട്രാഫിക് ഇല്ല. ഇതിപ്പോൾ ആയി വരും. ഇപ്പോൾ ബസ് നൈറ്റ് സർവീസ് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഫുള്ള് ജാമാവും. ഈ ലെഫ്റ്റ് സൈഡിലാണ് വണ്ടി ബസ് നിർത്തുക. ഇത് കർണാടക KSRTC വോൾവോൻ്റെ മൾട്ടി. ഇതെല്ലാം രസാദ്യ പോക്കാവുക. കാറ്റ് മാത്രമേ ഉണ്ടാവൂ. പൂനെയൊക്കെ പാസ്സായി. പൂനെയൊക്കെ വലിയൊരു കയറ്റമുണ്ട്, ചെറിയൊരു ചുരം. ചെറുതല്ല, മോശമില്ല. പൂനെയിലേക്ക് വരുമ്പോൾ ഇറക്കം, ബാംഗ്ലൂരേക്ക് പോകുമ്പോൾ കയറ്റം. ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദൂരം പോയിട്ട് വേണം ചായ കുടിക്കാൻ. അപ്പോഴേക്ക് കൂടെയില്ല തുണവണ്ടി വരും. എന്നിട്ടൊരു പട നേരെ മഹാരാഷ്ട്ര ബോർഡർ. ഒരു 260 കിലോമീറ്റർ ഉണ്ടാവും. ബാംഗ്ലൂരേക്ക് 832 കിലോമീറ്റർ ഉണ്ട്. തിങ്കളാഴ്ച രാവിലെ അൺലോഡിങ് പോയിന്റ് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ്. റോഡിൽ വേറെ തകരാറോ വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നെങ്കിൽ നോക്കാം. ഈ പൂനെയിലേക്കുള്ള ഇറക്കത്തിൽ അധികം ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അത് നല്ല ഡൗണിങ് ആണ്. ചിലയിടത്ത് ന്യൂട്രടിച്ച് കയറി അങ്ങ് വരും. ഇത് ചവിട്ടാൻ നോക്കുമ്പോൾ ചവിട്ടാനാവില്ല, ബ്രേക്ക് ഉണ്ടാവില്ല. അങ്ങനെ കുറേ മൈനുകളുണ്ട്. ഇപ്പം ഡീസൽ മൈലേജ് പിടിക്കാനും ഡീസൽ എടുക്കാനും നിൽക്കുന്ന ടീമുകളാണ്. പോയായിരിക്കും പോയി, വീട്ടുകാർക്ക് പോയി, വരുന്ന മുതലാളിമാരെടുത്ത വണ്ടി ഇറക്കും, ആ വണ്ടി പണിക്ക് കയറ്റും. പറഞ്ഞാൽ തരില്ലല്ലോ. ഉള്ള ഹെവി ബ്ലോക്കാണ്. എന്നാ മലയിലാത്ത അത് കാട്ടുതീ. അങ്ങനെ വേണ്ടി കണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കൊരു ഊഹം കിട്ടിയില്ല. കത്തി കയറി അങ്ങനെ കുറേ വീട് കാര്യങ്ങൾ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അയ്യോ, വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു. ഇല്ല, ബാഗിൽ നിന്ന് പറഞ്ഞ സാധനമില്ല. നല്ല ട്രാഫിക്കാവും. ആയി ഇനി ആവാനുണ്ട്. അങ്ങനെ മല കണ്ട കത്തുന്ന കാട്ടുതീ വട്ടത്ത് കറങ്ങിയിട്ട് നീളത്തിൽ കത്തുന്നു. എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ അങ്ങോട്ടേക്ക് റോഡ് മാർഗമില്ല. അതിന് കത്തി തീരണം. വീഡിയോ കണ്ടായിരുന്നല്ലോ. ഓ, ഇവിടെ ഉണ്ടോ? മുന്നിലുണ്ട്. ഇപ്പൊ കാണിച്ചത് കാത്രാജ് ടണൽ. ഈ മലയാണ് മുന്നിലെ കാത്രാജ്. നല്ല തീയ. അപ്പൊ അങ്ങനെ നമ്മൾ ടണലിലേക്ക് കയറാൻ പോകുന്നു.
മോശമില്ലാത്ത കിലോമീറ്ററുകളുണ്ട്. 1.5 കിലോമീറ്റർ ആയിട്ടുണ്ട് ഈ ടണൽ. ഇപ്പോൾ ബോംബെന്ന് നേരത്തെ കാണിച്ച എക്സ്പ്രസ് ഹൈവേ അവിടെ പുതിയൊരു ടണൽ വരുന്നുണ്ട്. 8 കിലോമീറ്റർ ഒറ്റൊരു ടണൽ. പൊളിക്കും അതായി കഴിഞ്ഞാൽ. ചെറിയൊരു ഉറക്കം വന്നു. ഉറക്കം ഒന്നും ആയിട്ടല്ല, ഒരു ചെറിയൊരു ക്ഷീണം പോലെ. ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഇവിടെ ഒരു ബാത്റൂം ഉണ്ടെന്ന് ബാത്റൂമിലും പോയി. ഇനി ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാത്റൂം ഹോട്ടൽ കുറച്ച് റിസ്ക്കാണ്. ഇപ്പോൾ രാത്രിയായി. പുല്ലിൻ്റെ കുത്തിന് പോയി കഴിഞ്ഞാൽ പാമ്പിൻ്റെ കടിയും കൊണ്ട് വരേണ്ടി വരും. അപ്പോൾ നമ്മളെ കൂടെ വന്നൊരു വണ്ടിയുണ്ട്, അത് കുറച്ച് പുറകിലാണ്. അപ്പോൾ അയാളെയും കൂടി അപ്പുറം കയറാന്ന് വെച്ചിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് വേളാ ചുരം കയറണം. അപ്പോൾ ഇത് ഞാൻ സ്ഥിരം നിർത്തി. രാവിലെയാണെങ്കിൽ നല്ല കൂരി കിട്ടും ഇവിടെ. പിന്നെ ചായയെല്ലാം കുടിച്ചിട്ട് മെല്ലെ അങ്ങ് വിടാം. കുറച്ചും കൂടി ഓടാനുണ്ട്. ബോർഡർ എന്തായാലും എത്തണം.